പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചിത്തിരായിരുന്നു. ട്രെൻഡ്സൈക്കൺ എന്നുള്ള പേരിൽ നമ്മൾ തുണിയുടെ ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ലേഡീസ് ഐറ്റംസ് അതുപോലെ തന്നെ ലേഡീസ് സ്റ്റിച്ചിങ് എല്ലാം അവൈലബിൾ ആണ്. ആരി വർക്ക് ആൻഡ് ഹാൻഡ് എംബ്രോയിഡറി. നമ്മൾ ഇതുവരെ ഹാൻഡ് വർക്കെല്ലാം ചെയ്തിരുന്നത് റൗണ്ട് സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടായിരുന്നു. എല്ലാ വർക്കും നമുക്ക് റൗണ്ട് സ്റ്റാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആരി വർക്കിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു കോട്ട് സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 5 ഫീറ്റിൻ്റെ കോട്ട് സ്റ്റാൻഡാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. കോട്ട് സ്റ്റാൻഡിന് നമ്മൾ താമ്പൂല സ്റ്റാൻഡ് എന്ന് പറയും. ഇത് പല അളവിലും അവൈലബിൾ ആണ് സ്റ്റാൻഡ്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 5 ഫീറ്റിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ കോട്ട് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ 4 ഫ്രെയിംസാണ് ഇതിനകത്ത് വരുന്നത്. 2 കട്ടിയുള്ള ഫ്രെയിംസും അതുപോലെ തന്നെ 2 കനം കുറഞ്ഞ ഫ്രെയിംസും. ഈ കട്ടിയുള്ള ഫ്രെയിം വരുന്നതാണ് 5 ഫീറ്റിന്റെ ഫ്രെയിമായിട്ട് വരുന്നത്. ഇത് ഏകദേശം ഒരു 4 അടിയുടെ അടുത്താണ് വരുന്നത്. നമ്മുടെ ഈ ആരി വർക്കിന്റെ കോട്ട് സ്റ്റാൻഡ് ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഫ്രെയിം വെക്കുന്നതിനായി നമ്മളിവിടെ താൽക്കാലികമായിട്ടൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ വീട്ടിലുണ്ടായിരുന്ന മരപ്പലകകൾ ഉപയോഗിച്ച് ഒരു മരപ്പണിക്കാരൻ ചേട്ടനെ കൊണ്ട് സെറ്റ് ചെയ്തെടുത്തൊരു സ്റ്റാൻഡാണിത്. ഇതാണ് നമ്മുടെ 5 അടിയുടെ കോട്ട് സ്റ്റാൻഡ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് നല്ല കട്ടിയുള്ള കോട്ടന്റെ ത്രെഡ്, പിന്നെ അതിന്റെ സൈഡിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ബെൽറ്റ്, ക്ലോത്ത് നമുക്ക് ഈ ഫ്രെയിമിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് കോട്ടന്റെ ത്രെഡ്, സാധാ ടൈലറിങ് ത്രെഡ് അല്ല, ഇത് കോട്ടന്റെ ഇത്തിരി കട്ടിയായിട്ടുള്ള ത്രെഡാണ്. അതുപോലെ തന്നെ ക്ലോത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നീഡില്, ഇതൊരു 3.5 ഇഞ്ചിന്റെ നീഡിലാണിത്. അപ്പൊ നമുക്ക് കോട്ട എങ്ങനെയാണ് ഫിക്സ് ചെയ്യണേന്ന് നോക്കാം. ഫീറ്റിന്റെ ഫ്രെയിമിലാണ് നമുക്ക് ഈ ത്രെഡ് ചുറ്റിയെടുക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിമിന്റെ ലെങ്ത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് ഹോളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല, ത്രെഡ് ചുറ്റിയെടുക്കില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ സെക്കൻഡ് ഹോളിൽ നിന്നാണ് നമ്മൾ ത്രെഡ് ചുറ്റിയെടുക്കുക. അപ്പൊ അവിടെ നിന്ന് തൊട്ട് ഈ ഫ്രെയിമിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ വരെയുള്ള ലെങ്ത് എടുത്തിട്ട് അതിന്റെ 3 മടങ്ങ് നമ്മൾ ആദ്യം തന്നെ ത്രെഡ് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ഈ റോളിൽ കൂടെ നമുക്ക് റോളായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഫ്രെയിമിന്റെ ലെങ്ത്തിന്റെ 3 ഇരട്ടി നമ്മളിവിടെ ത്രെഡ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ റോളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇത് ഈ റോളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ത്രെഡ് ചുറ്റി എടുക്കാനായിട്ട് ഒരു വലിയ ഹോളുള്ള ടൈപ്പ് നീഡിൽ അവൈലബിൾ ആണ്. നമുക്ക് ത്രെഡ് തനിയെ ഉപയോഗിച്ചിട്ട് ഹോളിൽ കൂടെ എടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ഹോളിൽ കൂടെ തന്നെ ത്രെഡ് 2 ടൈംസ് കയറി നമുക്ക് ചുറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്തായാലും ഒരു നീഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചുറ്റിയെടുക്കണേന്ന് നോക്കാം. നമ്മൾ ഈ ഫസ്റ്റ് ഹോളിൽ കൂടെ ത്രെഡ് ചുറ്റിയെടുക്കില്ല. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹോളിൽ കൂടെയാണ് നമ്മൾ ത്രെഡ് ഫസ്റ്റ് ടൈം എടുക്കേണ്ടത്. കോട്ടന്റെ ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുരുണ്ട് വരുന്നുണ്ട്. ഇനി എൻഡിൽ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം. അത് ലൂസായി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഹോളിൽ കൂടെ താഴേക്ക് ഇറക്കുക ത്രെഡ്. ഇപ്പൊ ഇത് കാര്യമായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണ്ട. കാരണം ഇപ്പൊ നമ്മൾ ത്രെഡ് ടൈറ്റ് ചെയ്ത് വരണ്ട, ലാസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ടൈറ്റ് ചെയ്തെടുത്താലും ഇത് ലൂസായി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ലാസ്റ്റ് നമുക്ക് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്കിപ്പോൾ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒന്നിടവിട്ടാണ് വരിക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഓരോന്നിടവിട്ടിട്ടായിരിക്കും ത്രെഡ് നമ്മൾ ചുറ്റി വരിക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് റിവേഴ്സ് ഇത് ഒന്നുകൂടെ വരുമ്പോഴാണ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഹോൾ ചെയ്ത് വരാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ താഴോട്ട് ഇറക്കി ഇനി താഴത്തുനിന്ന് അപ്പുറത്തെ ഹോളിൽ കൂടെ നെക്സ്റ്റ് ഹോളിൽ കൂടെ മുകളിലേക്ക് കയറ്റിയെടുക്കുക. നെക്സ്റ്റ് താഴേക്ക് കൊടുക്കുക. ഫസ്റ്റ് റൗണ്ട് ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അറ്റത്ത് ഈ ലാസ്റ്റ് ഹോളിൽ കൂടെ നമ്മൾ ത്രെഡ് ചുറ്റില്ല, അതിക്ക് തൊട്ട് മുന്നത്തെ ഹോളിൽ കൂടെ തന്നെ താഴെ കുത്തി ഇറക്കാം.
അതിനുശേഷം ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ സെയിം ഈ ഫില്ലാവാത്ത സൈഡുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഓപ്പോസിറ്റ് റിവേഴ്സ് ഇതുപോലെ തന്നെ ഹോളിൽ കൂടെ ത്രെഡ് എടുക്കുക. ഇപ്പൊ നമുക്ക് എല്ലാ സൈഡും ഫില്ലാവും. ത്രെഡ് ചുറ്റണത് നീഡിൽ ഉപയോഗിച്ച് എന്തായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് നീഡിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ഹെയർ പിൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നേരത്തെ ഫില്ലാവാതിരുന്ന സൈഡെല്ലാം നമുക്ക് ഇതുപോലെ ഫില്ലായിട്ട് വരും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് വരെ നമ്മളിപ്പോൾ ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ ഹോളും നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നോക്കിയറിയാം, എല്ലാ ഹോളും രണ്ട് സൈഡും കവർ ചെയ്തു. ഫസ്റ്റ് റൗണ്ടിൽ ഒന്ന് ഇടവിട്ട് ഓരോ ഹോൾ ഇടവിട്ടിട്ടായിരിക്കും അത് നമ്മൾ റിവേഴ്സ് വരുമ്പോഴാണ് ഇങ്ങനെ കവർ ചെയ്ത് കിട്ടാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ത്രെഡ് ഈ എൻഡിൽ മുതൽ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ത്രെഡ് നല്ല ടൈറ്റിലിരുന്നാല നമ്മളുടെ ക്ലോത്ത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുള്ളൂ. ത്രെഡ് നന്നായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ക്ലോത്തും നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുള്ളൂ. അതല്ലെങ്കിൽ ലൂസായി പോരും. വർക്ക് നമുക്ക് നീറ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഇതാണ് നമ്മുടെ ബെൽറ്റ്. ഇത് നമ്മൾ ഈ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഈ കെട്ടിട്ട് തുടങ്ങിയ അവിടെ നിന്നോട്ട് ഈ നീഡിൽ ഉപയോഗിച്ച് ത്രെഡ് വെച്ച് നമ്മൾ സൂചി വെച്ച് തുന്നി ഈ ഫ്രെയിമിൻ്റെ നമ്മൾ ത്രെഡ് എവിടം വരെയാണോ കോർത്ത് വെച്ചേക്കണേ ആ ലെങ്ത് വരെ ഈ ബെൽറ്റ് തുന്നി പിടിപ്പിക്കുക. അപ്പം നമുക്കിത് എങ്ങനെയാണ് തുന്നണേ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ തുന്നുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബെൽറ്റുമേയും അതുപോലെ തന്നെ ഈ ബെൽറ്റിൻ്റെ ഭയങ്കര തുമ്പത്തെന്നല്ലാതെ ഒരിത്തിരി നീക്കിയിട്ട് കുത്തുക. അവിടെ നിന്ന് ഈ ത്രെഡുമേ കൂടെ കയറ്റി സൂചി കുത്തുക. ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കുത്തുക. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലോക്കായിട്ട് ഇരുന്നോളൂ അവിടെ ബെൽറ്റ്. ഇതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു കട്ടിയിലൊരു 3-4 ലോക്കിട്ട് കെട്ടിട്ട് കൊടുക്കുക ഈ ത്രെഡിൻ്റെ. ഇനി ഇതിൻ്റെ ഇവിടെ നമുക്കൊന്ന് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ജസ്റ്റ് ഒന്ന് സൂചി ഉള്ളിൽ കൂടെ എടുത്തിട്ട് ലോക്ക് പോലെ ഇട്ട് കൊടുക്കാം. ടൈറ്റ് ചെയ്യാം. ഇതിന് തുന്നി പിടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബെൽറ്റിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഇരിക്കണതിൻ്റെ ഡയറക്ഷനിലാണ് ഇത് തുന്നി പിടിപ്പിക്കേണ്ടത്. അത് നമുക്ക് ഈ ത്രെഡും ഈ ബെൽറ്റും ഈ ത്രെഡും കൂടെ കൂട്ടിച്ചേർത്ത്, അതായത് ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ ഇത് രണ്ടും കൂടെ ഈ സൂചിയുടെ നൂലിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ തുന്നിയെടുക്കാം. നന്നായിട്ട് തുന്നിയെടുക്കാം. അടുപ്പിച്ച് തുന്നിയെടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഈ ഫസ്റ്റത്തെ ഫ്രെയിമിൻ്റെ ത്രെഡ് ചുറ്റിയതിനകത്ത് ബെൽറ്റ് ഇപ്പോൾ തുന്നി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിൽ നമ്മൾ ഒരു കെട്ടിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നൂല് കട്ട് ചെയ്യാം. കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടതിന് ശേഷം ഈ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കുക. നൂല് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫ്രെയിമിൽ നമ്മൾ ഈ ബെൽറ്റ് നമ്മൾ ത്രെഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ 5 ഫീറ്റിൻ്റെ അടുത്ത ഫ്രെയിമിലേക്കും ഇതുപോലെ തന്നെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പം നമ്മൾ 2 ഫ്രെയിമിലും ഈ ബെൽറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുന്നി പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും ലെവൽ ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ചെറിയ ഫ്രെയിം ഈ സ്ക്വയറിൽ കട്ട് ചെയ്ത് സൈഡിൽ കൂടെ കയറ്റി കൊടുക്കുക. അത് ഓപ്പോസിറ്റ് അടുത്ത ഫ്രെയിമിൻ്റെ സെയിം ആ സ്ക്വയറിൽ കട്ട് ചെയ്ത ആ ഭാഗത്തോടെ കടത്തി വിടാം. ഇത് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ലോത്ത് ഈ ബെൽറ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തോരം അളവിലാണോ ക്ലോത്ത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലോത്ത് സെറ്റ് ചെയ്തതിന് ശേഷം
ഈ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 2 ഇതുപോലത്തെ സ്ക്രൂസോ ആണിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതിന്റെ ഈ ചെറിയ ഫ്രെയിമിന്റെ ഈ ഹോളിൽ 2 സൈഡിൽ ലോക്ക് ആവുന്ന രീതിയിൽ അപ്പുറം ഇട്ട് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ഈ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ, അതായത് ആടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ഫ്രെയിമിലും ഈ ചെറിയ ഫ്രെയിമിന്റെ ഹോളിൽ കൂടെ സ്ക്രൂ ഇട്ടിട്ട് ലോക്ക് ചെയ്യാം. ചെറിയ ഫ്രെയിം ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം പോലെ തന്നെ ചെയ്യാം. നമ്മളുടെ ഫ്രെയിമിന്റെ ബേസ് നമ്മളിപ്പോൾ ഏകദേശം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഫ്രെയിം വരുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ ഈ ബെൽറ്റിലേക്ക് നമ്മൾ ഈ ബെൽറ്റ് തുന്നാൻ ഉപയോഗിച്ച് സൂചി നൂല് ഉപയോഗിച്ച് തന്നെ തുന്നി പിടിപ്പിക്കണം. അത് തന്നെ ആ മെറ്റീരിയലിൽ തന്നെ നമ്മൾ ഈ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്ത് റോൾ ചെയ്ത് ചുറ്റി പോകും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നമ്മളപ്പോ നമ്മുടെ ആരിയുടെ ഫ്രെയിം നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നിരുന്ന പഴയ മരക്കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു മരപ്പണിക്കാരൻ വെച്ചിട്ട് ഒരു ചെയറിന്റെ ഹൈറ്റിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നമ്മുടെ 5 ഫീറ്റിന്റെ ആരിയുടെ കോട്ട് സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന് കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് കോട്ട് സ്റ്റാൻഡിൽ എങ്ങനെയാണ് ക്ലോത്ത് ഫിക്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ആരി വർക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.